സർവകക്ഷി യോഗം കൂടി ചേരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അർജുൻ പിതാപൻ അതിന്റെ വിവരങ്ങൾ നൽകും. അർജുൻ, എല്ലാ പാർട്ടികളും തന്നെ സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല വിധത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും സർവകക്ഷി യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കുന്നു, ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾക്കാണ് സാധ്യത? ദിവിഷ്, പ്രധാനപ്പെട്ട സർവകക്ഷി യോഗം ഇപ്പോൾ ആരംഭിച്ചു. അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ ഈ യോഗം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയാണ് ചേരുന്നത്. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ, ആരോഗ്യമന്ത്രി JP നഡ്ഡ, ഒപ്പം പ്രതിപക്ഷത്ത് നിന്നും കോൺഗ്രസിൽ നിന്നും രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവർ പങ്കെടുക്കുന്നു. DMKയിൽ നിന്നും തിരിച്ചു ശിവയുണ്ട്. കേരളത്തിൽ നിന്ന് ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് മറുവശത്തായി കാണുന്ന പാർലമെന്റ്, പഴയ പാർലമെന്റ് മന്ദിരവും പുതിയ പാർലമെന്റ് മന്ദിരവും ഉണ്ട്. ആ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ അനക്സ് ഹാളിലാണ് ഇപ്പോൾ ഈ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ, അതായത് ഈ സുരക്ഷാ ഉപസമിതി യോഗ തീരുമാനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളെയും അവരോടും വിശദീകരിക്കുക, പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഈ പാകിസ്ഥാനെതിരെയുള്ള നടപടികളിൽ ഉറപ്പാക്കുക, ഒപ്പം സുരക്ഷാ വീഴ്ച പോലുള്ള ചില ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകുക എന്നുള്ള കാര്യം. ഏതായാലും കോൺഗ്രസ് ഈ കാര്യത്തിൽ ഭരണകക്ഷിക്കൊപ്പം തന്നെ നിൽക്കുകയാണ്. പാകിസ്ഥാനെതിരെ കർശനമായിട്ടുള്ള നടപടി വേണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അറിയിക്കലുമാണ്. അർജുൻ, സൈനിക തലത്തിൽ ഒരുക്കങ്ങളുണ്ട്. ഇപ്പോൾ INS സൂറത്തിൽ നിന്ന് മിസൈൽ പരീക്ഷണത്തിന്റെ വിവരങ്ങൾ കണ്ടു. INS വിക്രാന്തുമായി ബന്ധപ്പെട്ട അതിൽ ചില വിശദീകരണങ്ങൾ പിന്നീട് നേരത്തെ തീരുമാനിച്ചതാണ്. എങ്കിലും നമ്മുടെ സേനാ വിഭാഗങ്ങൾ എത്രത്തോളം സജ്ജമാണ്, അത് ഏതൊക്കെ നിലയിൽ മുന്നൊരുക്കങ്ങളാണ് മുന്നോട്ട് പോകുന്നത്? സേന സജ്ജമായിട്ട് തന്നെ നിൽക്കുന്നു. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് അല്പം മുൻപ് പുറത്തു വന്ന ചില ദൃശ്യങ്ങളെ സംബന്ധിച്ചാണ്. INS സൂറത്തിൻ്റെ ഒരു പരിശീലനം എന്നുള്ള രീതിയിൽ ഒരു മിസൈൽ തൊടുത്തുകൊണ്ടുള്ള ഒരു ദൃശ്യമാണ് പുറത്തു വന്നത്. ഇത് എവിടെ നിന്നാണ് എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ സമുദ്രാതിർത്തിയെ സംബന്ധിച്ച് ഇന്ത്യയെ ഏത് രീതിയിലും സംരക്ഷിക്കാനും അതുപോലെ തന്നെ എന്ത് പ്രത്യാക്രമണവും നടത്താൻ തങ്ങൾ തയ്യാറാണ് എന്ന് നാവികസേന വിളിച്ചോതുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ചില ദൃശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങളാണ് നാവികസേന വൃത്തങ്ങളിൽ നിന്നും അറിയിക്കുന്നത്. മാത്രമല്ല തൊടുത്ത മിസൈലിൻ്റെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. റഡാറിൻ്റെ കണ്ണ് വെട്ടിച്ച് ശത്രുവിൻ്റെ റഡാറിൽ പെടാതെ എളുപ്പത്തിൽ ലക്ഷ്യം ഭേദിക്കാൻ സാധിക്കുന്ന ഒരു മിസൈലാണ്. ഒപ്പം INS സൂറത്ത് എന്ന് പറയുന്നത് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു കപ്പലാണ്, ഡിസ്ട്രോയർ കപ്പലാണ്. ഈ മ്യാൻമർ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു കപ്പൽ കൂടിയാണ് INS സൂറത്ത്. ഇന്ത്യയുടെ കയ്യിലുള്ള പടക്കോപ്പുകളിൽ ഒരെണ്ണം മാത്രമാണ് INS സൂറത്ത്. INS വിക്രാന്തിൻ്റെ ചില ഡിപ്ലോയ്മെൻ്റ് കാര്യത്തിൽ അടക്കം നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നു. അതായത് പാകിസ്ഥാനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നുള്ളൊരു ഭയം പാകിസ്ഥാൻ ഉണ്ടായിരിക്കാം. അതുമായി ബന്ധപ്പെട്ട ചില ഊഹാപോഹങ്ങൾ, ചില ആരോപണങ്ങൾ പുറത്തു വന്നു. പക്ഷേ ആഴ്ചകൾക്ക് മുൻപേ തന്നെ ഉണ്ടായ ഡിപ്ലോയ്മെൻ്റ് ആണ് എന്ന് കേന്ദ്രമന്ത്രി ഒരു വ്യക്തത നടത്തുന്നു, ഒരു വിശദീകരണം നടത്തുന്നു. ഈ നാവികസേനയ്ക്ക് അപ്പുറത്തേക്ക് വ്യോമസേന, കരസേന, ഇതെല്ലാം പാകിസ്ഥാൻ അതിർത്തി ലക്ഷ്യമാക്കിയിട്ടുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് സർവ്വസജ്ജമായി ഈ അതിർത്തി മേഖലകളിൽ സേനാ വിന്യാസം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടി, സേനകൾ സജ്ജമായി നിൽക്കുമ്പോൾ ഇന്നും ഉധംപൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. ഒരു ജവാന് വീരമൃത്യു വരിക്കേണ്ടി വന്ന സങ്കടകരമായ കാര്യമുണ്ട്. ജാന്തു അലിയാണ് തൻ്റെ ജീവത്യാഗം നടത്തിയത്. ഇപ്പോൾ ഈ ഉധംപൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പഹൽഗാമിൻ്റെ ചുറ്റുപാടുമൊക്കെ എങ്ങനെയാണ് പരിശോധനകൾ നടക്കുന്നത്? ഉധംപൂരിൽ കൂടുതൽ സുരക്ഷാ സേന എത്തിയിട്ടുണ്ട്. അവിടെ പരിശോധന കർശനമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു. ഒപ്പം തന്നെ 2 സുരക്ഷാ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ ചികിത്സയും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സേനാ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അവിടെ ഭീകരർ ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്. അവരെ വളഞ്ഞിട്ടുണ്ട് സൈന്യം. അവരെ കണ്ടെത്തുക, അവരെ കീഴ്പ്പെടുത്തുക എന്നൊരു ലക്ഷ്യവുമായി, എന്നൊരു ദൗത്യമായി ഇപ്പോഴും സൈന്യം രംഗത്തുണ്ട്, ഉധംപൂരിൽ രംഗത്തുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിൽ സേനാവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. എന്തായാലും ഒരേ സമയം തന്നെ ജമ്മു കാശ്മീരിൽ പലയിടത്ത് ഇത്തരത്തിൽ ഒന്ന് ശ്രദ്ധ തിരിക്കലെന്ന് പറയാം, അതല്ലെങ്കിൽ കൃത്യമായി സേനയെയും അതുപോലെ വിനോദസഞ്ചാരികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുണ്ടായ ആക്രമണങ്ങൾ, അതിലിപ്പോൾ പ്രത്യാക്രമണങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് ആയിരുന്നു. അതായത് രാവിലെ ഇത്തരത്തിൽ ഭീകരർ പതിയിരിപ്പുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു. പിന്നാലെ ആ ഭാഗത്തേക്ക് പരിശോധനകൾ കൃത്യമായി കശ്മീരിലെ പല മേഖലകളിലും നടക്കുന്നു.